ഈ മാസം 10-ാം തീയതി നടന്ന ബാങ്കിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നടന്ന അക്രമ സംഭവങ്ങൾ സിപിഎമ്മിന്റെ ഗുണ്ടകളും പോലീസും ചേർന്ന് നടത്തിയ അതിക്രമങ്ങൾ അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധ യോഗം ഇവിടെ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു ബാങ്ക് തെരഞ്ഞെടുപ്പിൽ അക്രമം ഉണ്ടായാൽ അതിന്റെ പേരിലുള്ള വലിയ പ്രതിഷേധ പരിപാടികളും മറ്റ് കാര്യങ്ങളും ഉണ്ടാകാറില്ല. പക്ഷെ ഇവിടെ എന്താണ് ഈ ജില്ലയിൽ സംഭവിക്കുന്നത്? ഈ ജില്ലയിൽ കഴിഞ്ഞ 2016 മുതൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം UDF നേതൃത്വത്തിലുള്ള 21 ബാങ്കുകളാണ് ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് CPM പിടിച്ചെടുത്തത്. ഗുണ്ടകളും പോലീസും എന്ന് പറയുന്നത് തന്നെ നമുക്കൊരു വിഷമമുണ്ട് പറയുമ്പോൾ. പക്ഷെ ഇവിടെ ഗുണ്ടകളും പോലീസും ഈ ജില്ലയിൽ ഒരുമിച്ചായിരുന്നു. ഇവരൊരു പ്രത്യേകമായ ഒരു ഗുണ്ടാ സംഘത്തെ വളർത്തിയെടുത്തിരിക്കുക CPM ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ. അവരെ കള്ളവോട്ട് ചെയ്യാൻ അവർക്ക് പ്രത്യേകമായ പരിശീലനം കൊടുത്തിരിക്കുക. അവർ പല സ്ഥലത്തും തിരുവല്ല ഈസ്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലടക്കം 25-30 ബസ്സുകളിലായി അവരെത്തി അവരങ്ങ് കയറി കള്ളവോട്ട് ചെയ്യാൻ. സാധാരണഗതിയിൽ UDFന്റെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും കള്ളവോട്ട് ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞ് അതിന് പ്രതിരോധിക്കുമ്പോൾ അവിടെ ഇടപെടുന്നത് ഗുണ്ടകളും അവരോടൊപ്പം പോലീസും ചേർന്നാണ്. ഈ തെരഞ്ഞെടുപ്പുകളിൽ എല്ലായിടത്തും ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് സംരക്ഷണം വാങ്ങിച്ചിട്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പ് എല്ലാം നടത്തിയത്. കൃത്യമായ നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിരുന്നു. അക്രമത്തിൽ നിന്നും തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ, സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. പക്ഷേ സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താതെ CPMനും അവരുടെ ഗുണ്ടകൾക്കും അവരുടെ ക്രിമിനലുകൾക്കും എല്ലാ സൗകര്യങ്ങളുമാണ് പോലീസ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. പോലീസ് മാത്രമല്ല, സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ജോയിന്റ് രജിസ്ട്രാർ, അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ, ചില താലൂക്കുകളിലെ സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, ചില വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ പത്തനംതിട്ട ജില്ലയിൽ സഹകരണ ബാങ്കിലെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഈ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരെയാണ് വിടുന്നത്. CPM ആണ് തീരുമാനിക്കുന്നത് ഏത് ഉദ്യോഗസ്ഥനാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോകണമെന്ന്. കള്ളവോട്ട് ചെയ്യാൻ ഗുണ്ടകൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് എത്തുന്ന ഉദ്യോഗസ്ഥർ കൂടി കള്ളവോട്ട് ചെയ്യുകയാണ്. നേരത്തെ തന്നെ ബാലറ്റ് പേപ്പർ റിട്ടേണിംഗ് ഓഫീസർ പുറത്തു കൊടുത്ത് ബാലറ്റിൽ വോട്ട് ചെയ്ത് അത് ഒന്നുകിൽ അകത്ത് കള്ളവോട്ട് ചെയ്യാൻ ചെയ്യുന്ന ഗുണ്ടകൾ അത് കൊണ്ടുപോയി ബോക്സിലിടും, അല്ലെങ്കിൽ വനിതാ ജീവനക്കാരുടെ ഉൾപ്പെടെയുള്ള ബാഗുകളിൽ ഈ കള്ളവോട്ട് ചെയ്ത ബാലറ്റ് അകത്തേക്ക് കൊണ്ടുപോയി സൗകര്യം പോലെ ഈ ബോക്സിലിടും. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരും പോലീസും ക്രിമിനലുകളും കൂടിയിട്ടാണ് ഈ ബാങ്കുകൾ മുഴുവൻ പിടിച്ചെടുത്തത്. ഈ ബാങ്കുകൾ 80% വോട്ടുകൾ UDFന് അനുകൂലമായി ചെയ്യുന്ന, സാധാരണഗതിയിൽ ഇവർക്കൊരു നോമിനേഷൻ പോലും കൊടുക്കാൻ പോലും പറ്റാത്ത, ഒരു മത്സരിക്കാൻ പോലും പറ്റാത്ത ബാങ്കുകളിലാണ് ഈ ഗുണ്ടായിസം നടക്കുന്നത്. നമുക്കറിയാം, ഈ സംസ്ഥാനത്ത് സഹകരണ മേഖല പ്രതിസന്ധിയിലൂടെ കടന്നുപോയ കരുവന്നൂർ ബാങ്കിൽ ഉൾപ്പെടെ 500 കോടി രൂപയാണ് CPM നേതാക്കൾ കൊള്ളയടിച്ചത്. കഴിഞ്ഞ തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃശൂരിൽ വന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വന്ന് പിടിമുറുക്കി. അപ്പോൾ എന്നോട് മാധ്യമങ്ങൾ ചോദിച്ചു, ED പിടിമുറുക്കിയല്ലോ. നമ്മൾ ED പിടിമുറുക്കിയത് CPM നേതാക്കന്മാരുടെ കഴുത്തിനാണ്. അവരെ എല്ലാവരെയും വിളിക്കും, എന്നിട്ട് പറയും അടുത്ത ആഴ്ച വരാൻ പറയും. അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ ഇവരായിരിക്കും ഇവരെ അറസ്റ്റ് ചെയ്യും. അപ്പോഴും അറസ്റ്റ് ചെയ്യില്ല, പിന്നെയും വരാൻ പറയും. അങ്ങനെ തെരഞ്ഞെടുപ്പ് കാലത്ത്
CPM ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ പേടിപ്പിച്ച് വിരട്ടി ഏത് സമയത്തും നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെടാമെന്നുള്ള ധാരണ ഉണ്ടാക്കിയിട്ടാണ് അവിടെ BJPക്ക് അനുകൂലമായി അവിടെ CPM നേതൃത്വത്തിന്റെ അറിവോടുകൂടി അവിടെ എല്ലാ പരിപാടിയും ചെയ്തു കൊടുത്തത് മുഴുവൻ ഏർപ്പാടും ചെയ്തു കൊടുത്തത്. കരുവന്നൂർ ബാങ്കിലെ വിഷയം വന്നപ്പോൾ കണ്ടല ബാങ്കിൽ 250 കോടി രൂപ ഒരു LDF നേതാവിന്റെ നേതൃത്വത്തിൽ അടിച്ചുമാറ്റി. ഇവിടെ 500 കോടി രൂപ. ഈ വിഷയങ്ങൾ വന്നപ്പോൾ അതിനെതിരായി എന്തുകൊണ്ടാണ് അതിശക്തമായി പ്രതികരിക്കാത്തതെന്ന് എന്നോട് പലരും ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു, ഈ ബാങ്കുകൾ യഥാർത്ഥത്തിൽ കളവ് നടന്നതാണ്. UDF തീരുമാനിച്ചത് കൊള്ളക്കാരെ ശിക്ഷിക്കണം, നിക്ഷേപകരെ സംരക്ഷിക്കണം എന്ന നിലപാടാണ്. ഗവൺമെന്റ് ചെയ്തത് കൊള്ളക്കാരെ സംരക്ഷിക്കുകയും നിക്ഷേപകർ തോന്നിയ പോലെ പോട്ടെ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്.